തർക്കങ്ങൾക്കും ചേരിപ്പോരിനുമിടയിൽ കെ.പി.സി.സിയുടെ സമരാഗ്നി ഇന്ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കും. ഇന്ന് ആര് നയിക്കുമെന്ന തർക്കത്തിനൊടുവിൽ കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ചേർന്നാണ് ജാഥ നയിക്കുന്നത്. ഇന്ന് ആരംഭിക്കുന്ന ജാഥ 29-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കും. UDFിന്റെ ജാഥ വേണമോ കെ.പി.സി.സിയുടെ ജാഥ വേണമോ എന്നായിരുന്നു ആദ്യ തർക്കം. UDFിന്റെ നേതൃത്വത്തിലായാൽ ജാഥയുടെ നായക സ്ഥാനത്ത് വി.ഡി. സതീശനെത്തും. കെ.പി.സി.സി ജാഥയാണെങ്കിൽ കെ. സുധാകരനെ നയിക്കാം. ഇതോടെ UDF ജാഥ സുധാകരൻ വെട്ടി, സതീശൻ ഇടഞ്ഞു. തർക്കം മുറുകി. അവസാനം AICC ഇടപെട്ട് സുധാകരനും സതീശനും ഒന്നിച്ചു നയിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. പക്ഷേ UDFിന്റെ ജാഥ ഒഴിവാക്കിയതിൽ ഘടകകക്ഷികൾക്കും അതൃപ്തിയുണ്ട്. ഇന്ന് വൈകിട്ട് കാസർഗോഡ് നിന്നാരംഭിക്കുന്ന ജാഥ 29-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കും. കേവലം 20 ദിവസത്തിനുള്ളിൽ സംസ്ഥാനതല പര്യടനം പൂർത്തിയാക്കും. അതായത് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ജാഥ പ്രവേശിക്കില്ല. പല ജില്ലകളിലും 3-4 മണ്ഡലങ്ങൾ ചേർന്നാണ് ജാഥയ്ക്ക് സ്വീകരണം ഒരുക്കുന്നത്. സർക്കാരിൻ്റെ നവകേരള സദസ്സിന് ബദലാകും സമരാഗ്നി എന്നാണ് കെ.പി.സി.സിയുടെ അവകാശവാദം. നവകേരള സദസ്സിന് സമാനമായി പ്രഭാതയോഗങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം പൗരപ്രമുഖർ അണിനിരക്കുമെന്നും നേതാക്കൾ പറയുന്നു. പക്ഷേ ഔദ്യോഗിക വിഭാഗത്തിൻ്റെ ഏകപക്ഷീയമായ നിലപാടുകളിലും കൂടിയാലോചനയില്ലാത്തതിലും AI ഗ്രൂപ്പുകളുടെ അതൃപ്തി കെ.പി.സി.സി ജാഥയിലും നേളിക്കുമെന്നാണ് സൂചന. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.